അപ്പൊ തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം. கொஞ்சம் தயவு செய்து அமைதியா இருங்க. உட்காரு. നമ്മളുടെ ഉണർവൈ അവർക്ക് സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി. ഉட்காருங்க. இப்பதானே நான் മാമച്ച ഇത് പള്ളിയാ, വഴിതെറ്റി വന്നൊന്നുമല്ലല്ലോ. അണ്ണൻ വന്നത് നമ്മളുടെ ഉണർവൈ പുരിஞ்சுதான் വന്നിருக்காங்க. ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു, വലിയ സൈന്യം ഉണ്ടായിരുന്നു, സ്തുതി പാടാൻ ഒരു മാലാഖ് കൂട്ടവും ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്തിങ്ങനെ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. ഇത് ഒന്ന് മാറി ബഹളം ഉണ്ടാക്കല്ലേ. ഒന്ന് മാറി. இன்னைக்கு இஸ்லாமிய மக்கள் என்ன தெரியுமா சொல்றாங்க? வெறும் விஜய் அண்ணா இல்ல, அவரு முகமது விஜய் அண்ணா ஆயிட்டார் இன்னைக்கு. முகமது விஜய் அண்ணா ஆயிட்டார் இன்னைக்கு. எங்களோட சேர்ந்து நோம்பு நோட்டிருக்காரு, எங்களோட சேர்ந்து தொழுகை நடத்தி இருக்கிறாரு, எங்களோட சேர்ந்து துவா பண்ணி இருக்கிறாங்க. இவன் குறை ஓட்டு பிடிக்கும். உங்கள் தளபதி இன்று முதல் முகமது விஜய், உங்கள் தளபதி இன்று முதல் முகமது விஜய் அண்ணா, முகமது விஜய் அண்ணா, முகமது விஜய் அண்ணா, முகமது விஜய் அண்ணா, முகமது விஜய் அண்ணா. عروسة النور تاج البدر يبرزها وأسماء ترسم ألحان الوفا كلم. ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൊണ്ട് വിജയ് ഒരു അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയ തന്ത്രമാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഇതാദ്യമായിട്ടല്ല ഒരു ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത്. വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇഫ്താർ വിരുന്നുകളിലും മറ്റും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. எனது அன்பான இஸ்லாமிய பெருமக்கள், உங்கள் அனைவருக்கும் என்னுடைய வணக்கம். மாமனிதர் நபிகள் நாயகம் அவர்களுடைய வாழ்க்கையை பின்பற்றி மனித நேயத்துக்கும் சகோதரத்துவத்தையும் ஃபாலோ பண்ணி இங்க இருக்கிற அனைத்து இஸ்லாமிய சொந்தங்களுக்கும், ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാനോ ഈ നാട്ടിലെ സംശുദ്ധനായ ഏക രാഷ്ട്രീയക്കാരൻ ഞാനാണെന്ന് സ്ഥാപിക്കാനോ അല്ല ഈ ബില്ലിവിടെ അവതരിപ്പിച്ചത്. ഈ മന്ദിരത്തിന്റെ പടികൾ നമ്മൾ ചവിട്ടിയത് എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരുടെയും പേര് കൊത്തിവെച്ച് ഈ കസേരകളിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊക്കെ വോട്ട് ചെയ്ത ജനങ്ങളുടെ ദയ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയും കടപ്പാടും അവരോട് മാത്രമാണ്. അവരോട് മാത്രമായിരിക്കണമെന്ന് സ്വയം ബോധ്യപ്പെടാം. இனிமே கவலைப்படாதீங்க. உங்க மகன், உங்க அண்ணன், உங்க தம்பி, உங்க தோழன், உங்க விஜய் களத்துக்கு வந்துட்டான்.